ഹലോ, എല്ലാവർക്കും നമസ്കാരം. പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ സ്വാഗതം പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ പിടിക്കാൻ ഞാൻ തന്നെയുള്ളൂ കേട്ടോ. എൻ്റെ മരുമോള് കൊച്ചിൻ്റെ വീട്ടിൽ പോയേക്കാം കേട്ടോ. 2 ദിവസം കഴിഞ്ഞ വരുമെന്ന് പറഞ്ഞു. ഇന്നലെ പോയതാണ്. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. പുള്ളിക്കാരി ഇന്നലെ രാവിലെ പോയി. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാട്ടോ പോയതാണ്. പോയി അവിടെ കൊണ്ടാക്കി ഒരു അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ അവിടെ കൊണ്ടാക്കി 2 ദിവസം കഴിഞ്ഞ് പോയി കൊണ്ടുവരണേ. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ ഇല്ല. അത് കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇന്ന് നാളെയൊക്കെ ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നൊരു രസം വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഒരു രസപ്പൊടി ഇരിപ്പുണ്ട് കേട്ടോ. രസപ്പൊടി തലതിരിഞ്ഞാണോ ഇതിനകത്ത് കാണുന്നത്? ഇതും കൊണ്ട് ഞാനൊരു രസം വയ്ക്കാൻ പോകാം. ഇത് സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാനിതൊന്ന് കാണിക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ രസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രസമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുണ്ടല്ലോ, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിമുളക്, തക്കാളി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കായപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു രസത്തിനെ കുറിച്ചാണ് അറിയാവുള്ളൂ. ഈ പൊടി കൊണ്ടൊന്നുള്ള ഈ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രസമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഞാനിതൊന്ന് പരീക്ഷിക്കട്ടെ കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ രസത്തിന് ഞാനിപ്പം ഇതൊരു 3 തക്കാളിയുണ്ട്. ഈ 3 തക്കാളിക്ക് ഇതുണ്ടോ, ഈ വെളുത്തുള്ളി, ഇത്രയും വെളുത്തുള്ളി, ഇതിൽ 2 കഷ്ണം ഇഞ്ചി എടുക്കണുള്ളൂ, മുഴുവൻ എടുക്കുന്നില്ല. 2 കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചെടുക്കണം. പിന്നെ കുരുമുളക് പൊടിയുണ്ട്, അതുകൂടെ ഒരു ശകലം എടുക്കാം. അല്ലെങ്കിൽ പിന്നെ വലിയ മുഴുത്ത കുരുമുളക് ഇരിപ്പുണ്ട്, അത് ചതയ്ക്കണം. അതിൽ നല്ല കുരുമുളക് പൊടി അല്പം തുളിയാൽ മതി, ഒരല്പം മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഈ സംഭവം കൂടെ കൂടിയിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട്, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് കാണുമോ? അതേ വായി വെച്ച് കൂട്ടാൻ കൊള്ളുമെങ്കിൽ നമുക്ക് വളരെ കളയാം, ഇല്ലെങ്കിൽ നമുക്ക് ചോറിന് കൂട്ടാം. എന്തായാലും ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഞാനിത് റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഉണ്ടോ, ഈ ഒരു കവറിനകത്ത് ഇത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് 4 പൊതിയുണ്ട്. ഉണ്ടോ, 1 2 3 4 പ്രാവശ്യം രസം വെക്കാനായിരിക്കും. നോക്കട്ടെ, നമുക്കിത് ഒരെണ്ണം ഇട്ട് നോക്കിയിട്ട് അത് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ പൊട്ടിച്ചിടാം. നമുക്കങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് പരീക്ഷണമാണ്. വിജയിച്ചാൽ ചോറുണ്ണാം, വിജയിച്ചില്ലെങ്കിൽ എടുത്ത് കളയാം. ഇപ്പോൾ 2 പച്ചമുളകും നുറുക്കിയിട്ടു, കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചതച്ചാൽ കൂടെ വെച്ചു കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി മുളക് പൊടിയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഇത് കവറ് പൊട്ടിച്ചിട്ട് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നേരം വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ ഐറ്റം എല്ലാം കൂടി ഇട്ട് വഴറ്റി, ഈ പൊടി ഇട്ട് വഴറ്റി വെള്ളം ഒഴിച്ച് അതിന് ശേഷം, വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തക്കാളിക്ക് കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിക്കണം. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, സക്സസ് ആവുമോ ഇല്ലയോ എന്നൊരു പരീക്ഷണം. ഓക്കെ, നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് രസം വെച്ച് നോക്കാം ശരിയാവോ ഇല്ലയോ. അപ്പം നമുക്ക് ഇഞ്ചി ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി ചതച്ചത് ഇത്രയൊക്കെ വഴറ്റി കൊടുക്കാം. ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് എണ്ണ കഴിക്കുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക മണമുണ്ട്. നല്ലൊരു രുചി തോന്നുന്ന മണമാണ്. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കായപ്പൊടി കൂടെ ചേർക്കണം. കായ എടുത്ത് വെച്ചില്ലായിരുന്നു. കവർ ഞാൻ പൊടിച്ചു കേട്ടോ.
നോക്കട്ടെ. ജീരകത്തിൻ്റെ മണം മാത്രമേ ഇത് വരുന്നത് ഈ പൊടിക്കകത്ത്. ജീരകവും കായും ജീരകത്തിൻ്റെ മണം, കുരുമുളകിൻ്റെ മണം ഒരല്പം മറ്റുന്നുണ്ട് കേട്ടോ, ശകലമുണ്ട്. നമുക്ക് 2 കവർ പൊടി എടുക്കാം. 1 കവർ എടുത്തിട്ട് കുറവാണ്, പൊടിച്ചില്ല കേട്ടോ. ഇതും കൂടി ഇടാം, നോക്കാം. പരീക്ഷണമാണേ. ഇനി നമുക്ക് നമ്മളുടേതായ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരല്പം മുളക് പൊടിയും കൂടെ ഇടാം കേട്ടോ. നമ്മുടെ മുളക് പൊടിയും കൂടെ ഇടാം, അല്ലെങ്കിൽ എരിവില്ലാതെ വന്നാലിടാം. ഈ രസപ്പൊടി നമ്മുടെ നാട്ടിലല്ല കേട്ടോ, ഇത് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച രസപ്പൊടിയാണ്. എൻ്റെ മോനാണ് ദീർഘദൂര സർവീസ് KSRTC ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ബാംഗ്ലൂർ വഴി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് തീർന്നു. അപ്പോൾ ഇത് ഇന്നാണ് കണ്ടത്. എന്നപ്പോൾ ഇതിനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് സാമ്പാർ പൊടി ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നാളെ ഒന്ന് വെച്ച് നോക്കാം. ഇവിടുത്തെ സാമ്പാർ പൊടി. അപ്പോൾ ഇനി തക്കാളിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. തക്കാളിക്ക് എണ്ണയ്ക്കകത്തൊന്ന് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർക്കണം. പുളിവെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചില്ലായിരുന്നു. ഞാൻ കൊച്ചു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടായിരുന്നു വെള്ളം ഒഴിച്ച്. തക്കാളി അങ്ങനെ കണ്ടമാനം വെന്ത് കുഴയൊന്നും വേണ്ട എണ്ണയ്ക്കകത്ത് വരുന്നത്. ഇനി ഒരു കഷ്ണമായിട്ട് കുറക്കണം. അപ്പോൾ ജസ്റ്റ് എണ്ണയിൽ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ പുളിവെള്ളം, പിന്നെ അതിന് പോരാത്ത ചൂടുവെള്ളം ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ചൂടുവെള്ളം കൂടി ഒഴിക്കാം. പുളിയെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പുളിവെള്ളം കാണിച്ചില്ല. പുളിവെള്ളം കൂടി ഒഴിക്കട്ടെ കേട്ടോ. കട്ടിയിൽ പിഴിഞ്ഞ പുളിയല്ല കേട്ടോ, ഇപ്പം നേരത്തെ നൈസായിട്ട് എടുത്ത പുളിവെള്ളമാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അല്പം കായപ്പൊടി ചേർക്കണം, അല്പം കുരുമുളക് പൊടി ചേർക്കണം, ഉപ്പ് ചേർക്കണം. ഉപ്പ് നമുക്ക് ഇപ്പോഴേ ചേർത്തേക്കാം. മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള രസം തിളച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്പം കുരുമുളക് പൊടി, ഒത്തിരി വേണ്ട, ശകലം കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ഇടാം. കായത്തിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കണം കേട്ടോ. രസത്തിൻ്റെ സാമ്പാറിനും കായം നന്നായിട്ട് ചേരണം. കായം, ഉലുവ, ഇങ്ങനെയുള്ള സംഭവമൊക്കെ. അച്ചാർ മതിയാവും. ഇനി ഒന്ന് നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നമുക്ക് സൂപ്പറാട്ടോ.
നല്ല രുചിയാണ്. ഞാൻ വിചാരിച്ച് പൊടിയായിരുന്നു. തമിഴ്നാട്ടിലെ രസപ്പൊടിയായിരുന്നു. അടിപൊളി. അതോടൊപ്പം മീൻ വറുക്കാനും അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകും. തീ ഓഫ് ചെയ്തു കേട്ടോ. ഉണക്കമീനാണ് വറക്കാൻ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതും കൂടെ കോരിയെടുത്താൽ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള ഈ കറി ഉണ്ട്, ഞാൻ പാത്രത്തിലേക്ക് പകർത്തി വെച്ചാൽ കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. മീൻ വറുത്തതുണ്ട്, ഉണക്കമീൻ വറുത്തത്, പിന്നെ ഈ രസം, ഈ വെറൈറ്റി ആയിട്ടുള്ള രസം. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ, ഉദ്ദേശിച്ച പോലെയല്ല, നല്ല രുചിയുണ്ട്. തമിഴ്നാട്ടിലെ രസപ്പൊടിയാണെങ്കിലും നമ്മുടേതായ രീതിയിലുള്ള കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കായം, പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ ഐറ്റവും നമ്മളും കുറച്ച് ചേർത്തു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല രുചിയുള്ള ഒരു രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോറൂണിന് ഈ രസം കൂട്ടി കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ, കുഞ്ഞ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്ത് ഫുൾ സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ നാളെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നാളെ കഴിഞ്ഞ് മോള് വരുമ്പോൾ മോളും ഞാനും കൂടെ ഉള്ള പുതിയ കുക്കിങ്ങുമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ.